പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ പ്രാപഞ്ചികമായ പടച്ചറപ്പിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ ഈ ഓരോ രംഗങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും വലിയ ഗുണപാഠം നമുക്ക്. യഥാർത്ഥത്തിൽ കേരള ജനത ഇതാദ്യത്തെ ഒരു സംഭവമായിട്ടല്ല കാണും. യഥാർത്ഥത്തിൽ വയനാട്ടിലെ ദുരന്തം കേരളത്തിലെ ആദ്യത്തെ ഒരു ദുരന്തമൊന്നുമല്ല. 7 വർഷങ്ങളിലായി, അതിൻ്റെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. 7 വർഷങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 7ഓളം വൻ ദുരന്തങ്ങൾ കേരളത്തെ വേട്ടയാടിയിട്ടുണ്ട്. 7ഓളം വൻ ദുരന്തങ്ങൾ. 2018 മഹാപ്രളയം 450-ലധികം ആളുകൾ മരണമടയുകയുണ്ടായി. ധാരാളം ആളുകൾ വീടും സ്വത്തും നഷ്ടപ്പെട്ടുകൊണ്ട് അഭയാർത്ഥികളായി മാറിയിട്ടുണ്ട്. 2019 മഹാപ്രളയമുണ്ടായി. മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും വയനാട്ടിലെ പുത്തുമലയിലും, അഥവാ ഈ ദുരന്തം നടന്ന ചൂരൽമലയുടെ അടുത്ത പ്രദേശം, അവിടെ വലിയ ഉരുൾപൊട്ടലിൽ 10-18ഓളം ആളുകൾ. അതുപോലെ കവളപ്പാറയിലുള്ള ദുരന്തത്തിൽ, ഉരുൾപൊട്ടലിൽ, മണ്ണിടിച്ചിലിൽ ഒരുപാട് ആളുകൾ, ഏകദേശം 100-ലേറെ ആളുകൾ മരണമടയുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2020 ഇടുക്കിയിൽ വലിയ ഭൂകമ്പമുണ്ടായി, വലിയ മണ്ണിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി. ഒരുപാട് ആളുകൾ അവിടെയും 66 പേരാണ് അവിടെ മരിച്ചത്. ഓഗസ്റ്റ് 6-നായിരുന്നു. ഓഗസ്റ്റ് 6-ന് ഇടുക്കിയിൽ നടന്ന ആ ഇടുക്കിയിലെ പെട്ടിമലയിൽ നടന്ന ആ ഉരുൾപൊട്ടലിൽ 66 പേര് മരിച്ചു. അങ്ങനെ നിങ്ങൾ ഓരോ കൊല്ലത്തെയും കണക്കുകൾ നമ്മൾ കൃത്യമായി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മഹാദുരന്തമായിരുന്നു അത്. പ്രളയമായും മണ്ണിടിച്ചിലായും ഉരുൾപൊട്ടലായും. അങ്ങനെ ഈ 2024 കർണാടകയിലെ ഷിനൂരിൽ നാം കേട്ടതായ വാർത്ത, കേരളീയനായ നമ്മുടെ സഹോദരൻ മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു മലക്ക് താഴെ തൻ്റെ വാഹനം പാർക്ക് ചെയ്തതാണ്. അതിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭീകരമായ മഹാ ഉരുൾപൊട്ടലിന് വിധേയമായത്, മണ്ണിടിച്ചിലിന് വിധേയമായത്. അങ്ങനെ അന്വേഷിച്ചു, പട്ടാളം ഇറങ്ങി, നാടും നഗരവും സന്നദ്ധ പ്രവർത്തകരും ഇറങ്ങി. പക്ഷേ ആ മനുഷ്യൻ ഇന്ന് എവിടെയാണ്, എന്താണ്, കാണാമറയത്താണ്. യാതൊരു അഡ്രസ്സുമില്ല. മനോജിന് വേണ്ടി നമ്മുടെ കേരളം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിച്ചു. യാതൊരു വിവരവുമില്ല. വിവര സാങ്കേതിക രംഗങ്ങൾക്കോ ശാസ്ത്രീയമായ പുരോഗതികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കോ ആ മനോജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മനുഷ്യൻ നിസ്സഹായനാണ് എന്നതാണ്. നിസ്സഹായൻ. ഒരുപാട് സ്വപ്നങ്ങളാണ് വയനാടിൻ്റെ മലമടക്കുകളിൽ, ആ മണ്ണിൽ ആ ഉരുൾപൊട്ടി ഒരുപാട് മനുഷ്യർ മരണമടയുകയും ഒരുപാട് ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട്, വീടും സ്വത്തും പണവും തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട്, ഉറ്റവരും ഉടയവരും. ഇന്നിപ്പോൾ വയനാട്ടിലെ ക്യാമ്പിൽ ഉച്ചവരെയും ഉടയവരെയും അവരെ ഒരു നോക്ക് കണ്ടാൽ, അവരൊരു ബോഡി കിട്ടിയാൽ, ഇനിയും തൻ്റെ കുടുംബത്തിൽ നിന്ന് കാണാമറയത്തേക്ക് പോയ, തങ്ങളോടൊപ്പം ഉറങ്ങിക്കിടന്ന, തലേ രാത്രിയിൽ ഭക്ഷണം ഒന്നിച്ചു കഴിച്ച പല ആളുകളെയും കാണാതെ സങ്കടത്തിൻ്റെ കടലിലാണ്. ഓരോ അവിടുത്തെ ക്യാമ്പിൽ നിന്ന് ആർത്തനാദങ്ങളാണ്. അവിടെ കണ്ണുനീർ നിലക്കുന്നില്ല. ഇനി ഞങ്ങൾ എന്തിന് ജീവിക്കണം? ഞങ്ങൾ ഉച്ചവർ ഉടയവർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
ഞങ്ങളുടെ എല്ലാം പോയിരിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നത്, ഞങ്ങളെ കുടുംബത്തിലെ 40ഓളം ആളുകൾ, ഉമ്മ, ഉപ്പ, ചേട്ടാനുജന്മാരടക്കം പലരും മണ്ണിനടിയിൽ പോയിട്ടുണ്ട്. അവരൊരു നോക്ക് കാണാൻ ജീവനോടെ അവർ കിട്ടിയാൽ, ഇനി അതല്ല അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി എങ്ങാനും ഒരു നോക്ക് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ന് ചോദിക്കുന്നവർ. അത്ഭുതകരമായി രക്ഷപ്പെട്ട അത്ഭുതം, അത്ഭുതം, അജബൻ അജബ, അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്നാമത്തെ പൊട്ടുപൊട്ടുമ്പോൾ പടച്ച റബ്ബ് ഭാഗ്യം നൽകിയതായ ആളുകൾ പലരും വീട് വിട്ട് ഇറങ്ങി ഓടി. കിട്ടുന്ന ആളുകളെ കയ്യിലൊതുക്കി. മക്കൾ, മാതാപിതാക്കളെ, അതുപോലെ പിഞ്ചോമന മക്കളെ അവരെ കയ്യിലെടുത്തുകൊണ്ട് ഓടിയവർ, ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നവർ, പലരും അറിയാതെ നിലം പൊത്തിയവർ, തങ്ങൾ സൃഷ്ടിച്ച മനോഹരമായ സൗധങ്ങളും കെട്ടിടങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം ചില്ലുകൊട്ടാരം പോലെ, ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ നിമിഷങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യനെത്ര നിസ്സഹായന, മനുഷ്യനെത്ര കഴിവുകെട്ടവനാണ്. നമുക്കെന്ത് അഹങ്കരിക്കാനാണുള്ളത്? യഥാർത്ഥത്തിൽ മനുഷ്യൻ അഹങ്കാരിയാകും, മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവനാകും. പരിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നത്, ഇന്നൽ ഇൻസാന ലകഫൂർ, മനുഷ്യൻ അതീവ നന്ദി കെട്ടവനാണ്. യഥാർത്ഥത്തിൽ ഈ വയനാടിൻ്റെ പാരിസ്ഥിതിക പഠനം നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി പരിസ്ഥിതി പഠനം നടത്തണം, എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. മാധവ് ഗാഡ്ഗെ എന്ന് പറയുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 14 അംഗ സംഘം പഠനം നടത്തി വയനാടിൻ്റെ മലമടക്കുകളിൽ. എന്നിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്, ഇവിടെ വലിയ പ്രകൃതിയുടെ ദുരന്തങ്ങൾക്ക്, വലിയ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശമാണ് എന്നവർ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അധികാരികളുടെ കണ്ണു തുറക്കാൻ, അല്ലെങ്കിൽ മനുഷ്യത്വം മരവിക്കാത്തവരുടെ കണ്ണു തുറക്കാൻ എന്നോ സമയമായിരുന്നു. പക്ഷേ പലരും ശ്രദ്ധിച്ചില്ല. നമ്മൾ ആരെയും പറഞ്ഞിട്ടോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യവുമില്ല. എല്ലാം അലംഘനീയമായ റബ്ബിൻ്റെ വിധിയാണ്. പടച്ച റബ്ബിൻ്റെ വിധിയെ നടക്കുകയുള്ളൂ. എക്സാമ്പിളുകൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ നമ്മളൊക്കെ കേൾക്കുന്ന ഓരോരോ സംഗതികൾ. ഖിയാമത്ത് നാളിൻ്റെ മിനി സാമ്പിളുകളാണ്. ഒരു ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായി സിഗ്നൽ ഉണ്ടാകും. എല്ലാറ്റിൻ്റെ സിഗ്നൽ ഉണ്ട് ഇല്ലേ? നോക്കൂ നിങ്ങൾ, അത്ഭുതമല്ലേ അത്ഭുതം. ആ മരണപ്പെടുന്ന ആ വലിയ ദുരന്തം നടക്കുന്ന സ്ഥലത്ത് മനുഷ്യരാണ് അതിന് ഇരയായത്. മനുഷ്യനറിയാത്ത ചില സംഗതികൾ അല്ലാഹു തആല ജന്തുക്കൾക്ക് നൽകുന്നുണ്ട്, ജീവജാലങ്ങൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ അവർക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കിട്ടും. വലിയ ദുരന്തം വരാണ്ട്, ഭൂകമ്പം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ്, ഉരുൾപൊട്ടുന്നതിൻ്റെ മുമ്പ്. അത് ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രത്തിൻ്റെ സംവിധാനങ്ങൾ അവിടെ പരാജയമായിരിക്കും. അവർക്കൊക്കെ ചില നിഗമനങ്ങളും ചില സൂചനകളെ പറയാൻ പറ്റും. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പെയ്യാനും പെയ്യാതിരിക്കും. ചിലപ്പോ ഇങ്ങനെ ഉള്ള ഉരുൾപൊട്ടലിന്റെ സാധ്യതകൾ അവർക്ക് എപ്പോൾ ഏത് സമയത്ത് എങ്ങനെയെന്ന് പറയാൻ സാധ്യമല്ല. അത് അല്ലാഹുവിനെ അറിയുന്ന കാര്യമാണ്. അല്ലാഹു തആല ചില ജീവജാലങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് മുൻകൂട്ടി. അവര് ചൂളം വിളിച്ച് ആനകൾ, നോക്കൂ നിങ്ങൾ, ഇതെല്ലാം വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് വരുന്നത് അല്ലേ? ഈ സംഭവം നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ചൂളം വിളിച്ചുകൊണ്ട് ആന ശബ്ദപ്പെടുത്തിയതും ആനകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട്
മുൾമുനയിൽ ആന കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി വയനാടിൻ്റെ ഒരു കുടുംബത്തെ സംരക്ഷിച്ചതും ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തയാണ്. അമ്മയും കുഞ്ഞും ഒരു ആനയുടെ മുമ്പിൽ, ഒരാനയല്ല 3 ആനകൾക്ക് മുമ്പിൽ ആ അമ്മയും കുഞ്ഞും മണിക്കൂറുകളാ നിന്ന് പോയത്. ആന ഒന്നും ചെയ്തിട്ടില്ല. ആ അമ്മ എത്ര ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ആ പൊന്നുമോൾ എത്ര ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അതാണ് ഒരു ഭൂകമ്പം, ഇവിടെ സുനാമി, അതുപോലെ ഭൂകമ്പം, അതിനൊക്കെ മുന്നോടിയായിട്ട് വീട്ടിലുള്ളതായ ജീവജാലങ്ങൾ, ആട്, അതുപോലെ നായ, അതുപോലെ എരുമ, കാള, പോത്ത്, ആന, ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ അല്ലാഹു തആല ചില സൂചനകൾ കൊടുക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് അവര് ഇത്തരം ദുരന്തങ്ങളിൽ ഇരയാവാതെ, മനുഷ്യർ ഇരയാകുന്ന അത്ര അവർ ഇരയാകുന്നില്ല, അവർ അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അല്ലാഹു തആല കൊടുക്കുന്ന ചില സൂചനകളാണ്, സിഗ്നലുകളുണ്ട്. ആ സിഗ്നൽ ദുനിയാവിൽ നിന്ന് ലോകം അവസാനിക്കുന്നതിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്നതായ ചില സിഗ്നലുകളുണ്ട്. ചെറിയ ചെറിയ ഖിയാമത്ത് നാൾ, ഇനി ഖിയാമത്ത് നാളിൻ്റെ സാമ്പിളുകൾ, അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തർത്തീബ് മാറ്റങ്ങൾ. തർത്തീബ് മാറ്റങ്ങളുടെ കേളീരംഗം ലോകത്ത് സമാഗതമായാൽ ഖിയാമത്ത് നാളിനെ കാത്തിരുന്നോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാണ് ഉരുൾപൊട്ടലുകൾ വർദ്ധിക്കുക, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുക. ഏത് കാലത്താണ് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ വർദ്ധിക്കുക? അല്ലാഹുവിൻ്റെ ഖുർആൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. തിരുദൂതർ ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് സലാസിലുകൾ ഉണ്ടാവുക, എന്നാണ് പ്രകൃതിയുടെ ഈ പ്രതിഭാസങ്ങൾ ലോകത്ത് വർദ്ധിക്കുക എന്ന്. വർദ്ധിക്കാനുള്ള ചില കാരണങ്ങൾ ലോകത്ത് മനുഷ്യരുണ്ടാക്കി. ഇതൊക്കെ ചെറിയ ചെറിയ സൂചനകൾ നമുക്കിങ്ങനെ തരാം. വലിയത് വരാനുണ്ടോ, വലനുദീഖന്നഹും മിനൽ അദാബി ദൂനൽ അദാ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി. വലിയ ശിക്ഷ, അതിന് പുറമേ ചെറിയ ശിക്ഷ. നിങ്ങളെ പരീക്ഷിക്കുവാൻ നബലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശിരിസ് സ്വാബിരീൻ. വലനബലുവന്നകും, അല്ലാഹു പറയാ, നിശ്ചയം നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. മിനൽ ജൂഇ വൽ ഖൗഫി, പേടി തന്നിട്ട്, വിശപ്പ് തന്നിട്ട്. ജൂഅ് എന്ന് പറഞ്ഞാൽ പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നമ്മൾ അറിയുന്നതാണ്, ലോകത്ത് പട്ടിണി മരണങ്ങൾ കൂടുകയാണ്. അതുപോലെ പേടി, എല്ലാത്തിനും പേടി. അപ്പോൾ പുറത്തിറങ്ങിയെടുക്കാൻ ആർക്കും ധൈര്യമില്ലല്ലോ. പിന്നെ ശരീരം, ആ ശരീരം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ശരീരം അല്ലാഹു പരീക്ഷിക്കുക. ശരീരം ചുരുക്കും. എത്രയെത്ര ബോഡികളാ പൊട്ടിപ്പൊളിഞ്ഞ് കഷ്ണങ്ങളായി കിട്ടിയത്. ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരം അങ്ങ് ചുരുക്കിക്കളയും, രോഗബാധിതനാകും. അങ്ങനെയൊക്കെയുള്ള പരീക്ഷ അല്ലാഹു ഖുർആനിൽ അതിന്റെ വിശാലമായ അർത്ഥങ്ങളിലേക്ക് കടക്കും. വൽ അംബുസി അതുപോലെ അംബാലി, സമ്പത്തങ്ങ് ചുരുക്കും, കുട്ടികളെ ചുരുക്കും. മക്കളൊക്കെ പെട്ടെന്ന് മരിച്ചു. ഓനകാലം മക്കളൊന്നും ഉണ്ടാവില്ല, തലമുറയെ കാണാൻ കഴിയൂല. ആപ്പിയമ്മയുണ്ട്, പക്ഷെ മക്കളില്ല. മരിക്കുമെന്ന്, ആക്സിഡന്റ്, അറ്റാക്ക്, പെടുന്നനെയുള്ള ദുരന്തങ്ങൾ. എത്രയെത്ര കുഞ്ഞുമക്കളാ മരണത്തിന് കീഴടങ്ങുന്നത്. ജീവിച്ചു വരുന്നേയുള്ളൂ, ജീവിച്ചിട്ട് കൊതി തീരാത്ത എത്രയെത്ര ചെറുപ്പക്കാരാണ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൻ്റെ മുമ്പങ്ങ് മരണത്തിലേക്ക് പോയത്. ആണ് പടച്ചിറപ്പിന്റെ പരീക്ഷണം. അതൊക്കെ അവിടെ പഠിച്ചു നോക്കണെന്താ? വബശിരി സ്വാബിരീൻ,
മനുഷ്യൻ എത്രത്തോളം ക്ഷമയുള്ളവനാണ് എന്ന് അല്ലാഹു പരിശോധിക്കും. അപ്പൊ അല്ലാഹു തആല സന്തോഷം. മുഅ്മിനീങ്ങൾ എന്ത് പരീക്ഷണമുണ്ടാകുമ്പോഴും അതിന് ക്ഷമിക്കും. ഒരു മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം വരുമ്പോൾ അവൻ ക്ഷമിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് സമയത്താണ് പരീക്ഷണം വരിക എന്ന് പറയാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം ഏത് സമയത്ത് വരുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും പടച്ചറപ്പിൻ്റെ പരീക്ഷണം വരിക, ആരും അറിയില്ല. മനുഷ്യനെത്ര നിസ്സാരൻ, മനുഷ്യനെത്ര ദുർബലനാണ്. മനുഷ്യനെ അല്ലാഹു തആല പടച്ച ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യനെ ലഈഫായിട്ട് ബലഹീനനായി അങ്ങനെയുള്ള മനുഷ്യൻ, ആ മനുഷ്യന് ദുരന്തമെത്തുന്നത് എപ്പോഴാണെന്ന് അവൻ ചിന്തിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫാമിനാഹുൽ ഖുറാൻ യഅതിയഹും ബയാതൻ വഹും നായിമൂൻ. അഫാമിനാഹുൽ ഖുറാൻ, ഒരു ഗ്രാമവാസികൾ അവർ നിർഭയരാണോ? അയദ്യഹും ബസ്നാ ബയാതാ, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നു ചേരൽ ബയാതാ, നല്ല കൂരിട്ടുള്ള രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സുഖലോലുപതയോടുകൂടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ്ട നിദ്രയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അവർക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ ശിക്ഷ ഇറങ്ങുന്നത് ഒരു ഗ്രാമവാസികൾ അതിൽ നിന്ന് നിർഭയരാണോ? വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കേ. നിങ്ങളൊക്കെ ആണ്ട നിദ്രയിലാണ്, രാത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, നേരം വെളുക്കുമ്പോൾ ഇറങ്ങിയിട്ട് എണീറ്റിട്ട് നല്ല ജോലിക്ക് പോകണം, മദ്രസയിൽ പഠിപ്പിക്കുന്ന ആൾ മദ്രസയിൽ പോകണം, മാഷന്മാര് സ്കൂളിൽ പോകണം, അങ്ങനത്തെ പ്രതീക്ഷയിലല്ലേ മുണ്ടക്കയിൽ ആളുകൾ കിടന്നുറങ്ങിയത്, ചൂരൽമലയിലെ ജനത കിടന്നുറങ്ങിയത്. ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയാൽ നാളെ നേരം വെളുക്കുമോ എന്ന് എനിക്കോ നിങ്ങൾക്കോ പ്രതീക്ഷയുണ്ടോ? പറയാൻ കഴിയുമോ? അള്ളാന്റെ ചോദ്യം നോക്കുക, അഫാമിനാഹുൽ ഖുറാ, ഒരു ഗ്രാമവാസികൾ നിർഭയരാണോ എന്നാ ചോദിക്കുന്നത്. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കേ, രാത്രിയിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കേ അവർക്ക് നമ്മുടെ ശിക്ഷ ഇറങ്ങുന്നത്, ശിക്ഷ വന്നുപെടുന്നത് അത് പെടുന്നനെയായിരിക്കും. അവരതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയത് പലതും ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രത്തിലും ഒക്കെ രാത്രിയിലാണ്. ധാരാളം രാത്രിയിൽ ശിക്ഷ ഇറങ്ങിയതുണ്ട്. ളുഹയുടെ നേരത്ത് ശിക്ഷ ഇറങ്ങിയത് മനുഷ്യൻ അറിയുന്നില്ലേ? ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചിറപ്പിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ചൂരൽമലയിൽ പറയുന്ന വയനാട്ടിലെ ദുരന്തമുണ്ടായത് അത് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആണ്ട നിദ്രയിൽ കഴിയുമ്പോ ഒന്നാമത്തെ പൊട്ടുപൊട്ടുന്നു, വീണ്ടും പ്രകമ്പനം, വീണ്ടും പ്രകമ്പനം. നേരം വെളുക്കുമ്പോ ഒരു ജനതയില്ല, ഒരു നാടില്ല. റബ്ബിന്റെ പരീക്ഷണങ്ങൾ അധികവും ഉറങ്ങിക്കൊണ്ടിരിക്കേ രാത്രിയിലാണ്. പകലും വരുന്നുണ്ട്, പകലും ഇറങ്ങിയതായ ഒരുപാട് ഗതിയുണ്ട്. പക്ഷെ ഖുർആൻ ചോദിക്കാൻ അധികവും ഇപ്പൊ നമ്മൾ കേൾക്കുന്നതൊക്കെ മനുഷ്യർ ഉറങ്ങിക്കൊണ്ടിരിക്കും, അർദ്ധരാത്രിയിൽ, പാതിരയിൽ. അപ്പോൾ അതിൻ്റെ അപകടത്തിൻ്റെ ആഘാതം അത് കൂടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുരന്തം അനുഭവിച്ച ദുരിതബാധിതർക്ക് അല്ലാഹു മോചനം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പടച്ചറപ്പിന്റെ പരീക്ഷണങ്ങൾ, അല്ലാഹുവിൻ്റെ അദാബ്, ആ അദാബ് ആർക്കാണ് ഇറങ്ങുക? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഏത് സന്ദർഭത്തിലാണ് പടച്ചറപ്പിന്റെ പരീക്ഷണം വരിക? മനുഷ്യ, നിന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന നിഷ്ക്രിയത്വം കൊണ്ടാണ്. മനുഷ്യൻ പ്രകൃതിയിൽ കാണിക്കുന്ന ഒരുപാട് നശീകരണങ്ങളുണ്ട്. അത് പാരിസ്ഥിതികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുവെങ്കിൽ
അതെല്ലാം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൊണ്ടാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും നാശം പ്രകടമാകുന്നത്, കരയിലും കടലിലും നാശം പ്രകടമായത്, പ്രത്യക്ഷമായത് ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യർ അവരുടെ കരങ്ങളെ കൊണ്ട് ചെയ്ത തെറ്റുകൊണ്ടാണ്, നിഷ്ക്രിയത്വം കൊണ്ടാണ്. മനുഷ്യൻ ചെയ്യുന്ന നിഷ്ക്രിയത്വം എത്രമാത്രമാ! മനുഷ്യൻ ഇന്ന് മനുഷ്യത്വം മരവിച്ച കാലഘട്ടമാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പെണ്ണിനെ പിടിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നവർ, അതുപോലെ അപ്പാർട്ട്മെന്റ്, വേശ്യാലയം, ചായ കുടിക്കുന്ന ലാഘവത്തോടെ വ്യഭിചാരം സാർവത്രികമാകുന്ന കാലഘട്ടം. അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യനെ കൊല്ലാൻ ഒരു ഈച്ചയുടെ വില പോലും മനുഷ്യന്റെ ജീവന് കൽപ്പിക്കാത്ത കാലഘട്ടം. കൂടെ നടന്നവൻ മറ്റുള്ളവനെ ചതിച്ചു കൊല്ലുന്നു. ഏതൊക്കെ വിധത്തിലാണ്! ചോര പൈതലുകളെ കൊന്നൊടുക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് കൊലപാതകവും കൊള്ളിവെപ്പും എല്ലാ തോന്നിവാസങ്ങളും ലോകത്ത് സംജാതമാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വിരലിൽ എണ്ണി പറഞ്ഞു തന്ന കാര്യങ്ങൾ സിൽസാൽ എന്നാണ് ഉണ്ടാവുക. ഒരു മാലയിലുള്ള മുത്തുമണികൾ ഓരോന്ന് ജോയിൻ ചെയ്ത് നിൽക്കുകയാണ്. അതിങ്ങനെ ഊരി ചാടും പോലെ അടിക്കടി ഫിത്നകൾ ലോകത്ത് പ്രകടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഫിത്നകൾ ലോകത്ത് പ്രകടമാകുമ്പോൾ നമ്മൾ ഇന്ന് ലോകത്ത് വലിയ ഫിത്നകൾ കാണുന്നു, വലിയ നാശങ്ങൾ. ആ ഫിത്നകൾ പ്രകടമാകുമ്പോൾ നിങ്ങൾ ഖിയാമത്ത് നാളിനെ കാത്തിരിക്കണം. മാത്രമല്ല 15ഓളം അടയാളങ്ങൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. കള്ളുകുടി അധികരിക്കും, വ്യഭിചാരം വർദ്ധിക്കും, അതുപോലെ തന്നെ എല്ലാ തിന്മകളുടെയും ഉത്തരങ്ങായി ലോകം മാറും. വീണ ഗിറ്റാറുകൾ, മ്യൂസിക് ഉപകരണങ്ങൾ മനുഷ്യൻ ഹലാലായി കാണും. അങ്ങനെ ഭാര്യ ഭർത്താവിന് വഴിപ്പെടുന്നതിന് പകരം ഭർത്താവ് ഭാര്യയ്ക്ക് വഴിപ്പെടും. അങ്ങനെ തുടങ്ങിയിട്ട് 15ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, എൻ്റെ സമുദായത്തിലെ അവസാനക്കാര് മുൻകാലക്കാരെ ചീത്ത പറയും, ആക്ഷേപിക്കും. ഇങ്ങനെ 15ഓളം അടയാളങ്ങൾ പറഞ്ഞിട്ട് അക്കൂട്ടത്തിൽ ഒരു പോയിന്റാണ് റസൂലുള്ള പറഞ്ഞൊരു കാര്യമാണ്, വസാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലുഹും. സമൂഹത്തിലെ തമ്മാടികൾ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരും. തമ്മാടികൾ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരും. ഒരു രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നവൻ ആരാ? നമ്പർ 1 തമ്മാടിയായിരിക്കും. റസൂലുള്ള പറയുന്നു, ഒരു രാജ്യത്തിൻ്റെ ഒരു സ്ഥാനപതിയായി കടന്നു വരുന്നവർ, അതുപോലെ ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തിൻ്റെ, ഒരു മുനിസിപ്പാലിറ്റിയുടെ, ഒരു പഞ്ചായത്തിൻ്റെ നേതൃപദവിയിലേക്ക് കടന്നു വരുന്നവർ തമ്മാടികളായി മാറിയാൽ വസാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലുഹും. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾ ഉന്നതമായ സ്ഥാനത്ത് കയറിയിരിക്കുന്ന കാലഘട്ടം വന്നാൽ ഫന്തളിരിസാ, ഖിയാമത്ത് നാളിനെ കാത്തിരുന്നോ.